ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. അത് ഫേസ്ബുക്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും ഒരു സ്റ്റാർ സൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സജഷൻ നിങ്ങൾക്ക് ഞങ്ങൾ തരട്ടെ എന്ന് അതിൽ ചോദിക്കും. നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ അവരൊന്ന് പോളിഷ് ചെയ്ത് എഴുതി നൽകും. അങ്ങനെ പല മേഖലകളിലും AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ, ഏതൊക്കെ മേഖലകളെയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കയ്യേറിയിരിക്കുന്നത്, മുന്നോട്ട് ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ഒരു നല്ല ജോലി ലഭിക്കും, അല്ല എങ്കിൽ ഇനി പഠിക്കേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേര് ബിജോ സെബാസ്റ്റ്യൻ, കരിയർ മെൻറ്റർ ആൻഡ് എഡ്യൂക്കേഷൻ മെൻറ്ററായിട്ട് കനഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. സ്ഥിരമായിട്ട് പല ഇൻഫോർമേറ്റീവ് വീഡിയോസും അതോടൊപ്പം തന്നെ കാനഡ ന്യൂസ് അപ്ഡേറ്റ്സ്, കരിയർ ഗൈഡൻസ്, നമ്മുടെ ഫാമിലി ലൈഫ്, ഇങ്ങനെയുള്ള പല വീഡിയോസും ചെയ്യുന്നുണ്ട്. ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഹെൽത്ത് കെയർ സെക്ടറിലോട്ട് നമുക്ക് പോകാം. ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ളൊരു സെക്ടറായിട്ടാണ് കരിയർ ഗൈഡ്സും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻ ആകാൻ പഠിക്കുകയാണെങ്കിൽ, MRI പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ജോലി കൃത്യമായിട്ട് ലഭിക്കും. കാരണം മറ്റൊന്നുമല്ല, ധാരാളം രോഗങ്ങൾ ഉണ്ട്. രോഗങ്ങൾക്ക് ഒരു പരിഹാരമല്ല. രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകണം, അവിടെ മനുഷ്യരുടെ ആവശ്യമുണ്ട്. ആയതിനാൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയറിൽ നല്ല ഒരു ജോലി ലഭിക്കും. എന്നാൽ AI ഇപ്പോൾ അതിനും ഒരു വെല്ലുവിളി ആയിരിക്കുകയാണ്. MRI സ്കാനിൻ്റെ കാര്യം തന്നെ നമുക്ക് നോക്കാം. അത് ഒരു മെഷീൻ നടത്തുന്ന സ്കാനാണ്. അതിനുശേഷം റേഡിയോഗ്രാഫേഴ്സ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വായിച്ചു തരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. AI ഇനി അതിനെയും റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. മെഷീൻസ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളെയും അതിൻ്റെ റിസൾട്ടിനെയും കൃത്യമായിട്ടും അപഗ്രഥിച്ച് കേസ് സ്റ്റഡികളിലൂടെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതിന് സാധിക്കും. ഇനി നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കാര്യം നോക്കാം. ഡോക്ടേഴ്സ് അവർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സർജറി ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർക്കും ഇനി റോബോട്ട് വന്ന് സർജറി ചെയ്യുമായിരിക്കുമല്ലേ എന്ന്. ഡൽഹിയിൽ ഞാൻ 2014-15 സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് സർ ഗംഗാറാം ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റലിൽ, എൻ്റെ വൈഫ് അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, നിരവധി ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു റോബോട്ടിക് സർജൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്നു മുതലേ റോബോട്ടിക് സർജറി പ്രൊമോട്ട് ചെയ്യുകയും സർജറി അവിടെ കാര്യക്ഷമമായിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി വരെ റോബോട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നഴ്സുമാരുടെ ഭാവി എന്താവും? നഴ്സുമാർ ഇപ്പോൾ AIയുടെ വെല്ലുവിളിയിൽ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു നഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന റോബോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഈ റോബോട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓർക്കും ഒരു മെഷീൻ, അല്ലെങ്കിൽ നമ്മൾ പ്രച്ഛന്നവേഷം സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കാർഡ്ബോർഡ് പെട്ടിയൊക്കെ തലയിലും കയ്യിലും ഒക്കെ തിരികെ ഒരു യാന്ത്രികമായി നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത്. എന്നാൽ റോബോട്ട് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു പെട്ടിയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ നമുക്കറിയാം ക്ലീൻ ചെയ്യുന്ന ക്ലീനിങ് റോബോട്ടുകൾ റൗണ്ട് ഷേപ്പിലുള്ളതാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഒരു കൈ മാത്രമായിരിക്കും നിൽക്കുന്നത്, അങ്ങനെയാവാം, അല്ലെങ്കിൽ കുറച്ച് ടെക്സ്റ്റ് രൂപത്തിലാവാം. അതെല്ലാം റോബോട്ട് തന്നെയാണ്. ഇനി നമുക്ക് ബിസിനസ് മേഖലയെ നോക്കിക്കഴിയുമ്പോഴേക്കും ബിസിനസ് മേഖലകളിലാണ് നിരവധി ജോലികൾ നഷ്ടപ്പെടുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള പല റിപ്പോർട്ടുകളിലും IBM, ആമസോൺ മുതലായ കമ്പനികൾ അവരുടെ റിക്രൂട്ടിംഗ് സർവീസ് ഇപ്പോൾ AI വഴി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഹെഡ് ഹണ്ടിങ്, ട്രെയിനിങ് മുതലായ കാര്യങ്ങളൊക്കെ AI ഏജൻസിനെ വെച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AI ഏജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പ്രത്യേക ജോലി നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇൻ്റർവ്യൂവിന് ആളുകളെ വിളിക്കണം, അല്ലെങ്കിൽ റെസ്യൂമെ സിദ്ധീകരിക്കണം, അതിനുശേഷം ഇൻ്റർവ്യൂ നടത്തണം, അവരെ ഹയർ ചെയ്യണം. ആ ഒരു കാര്യങ്ങളെല്ലാം ഒരു AI മോഡലിനെ ട്രെയിൻ ചെയ്യുന്നു. അതിനുശേഷം
ഒരു 20-30 പേർ ഒരുമിച്ച് ചെയ്യുന്ന കാര്യം ഈ AI ഏജന്റ് തനിയെ ചെയ്യുന്നു. ഇതൊരു വ്യക്തിയല്ല, ഇതൊരു AI സംവിധാനമാണ്. ഈ ഒരു സംവിധാനം ഇനി മുന്നോട്ട് വരും. ഇനി കമ്പനികളുടെ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ ലൈവ് സെഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ഒറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാനത് ലൈവ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഒരുപോലെ എത്തും. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും AI സഹായത്തോടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കോണ്ടന്റ് റൈറ്റിങ്, അതോടൊപ്പം തന്നെ ക്യാൻവ പോലുള്ള നിരവധി ഡിസൈനർ ആപ്ലിക്കേഷനുകൾ അവ AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ മാൻ പവർ കുറച്ചു മതി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് കുറച്ചു മതി. ഈ മാറ്റങ്ങളിൽ എന്താണ് നഷ്ടപ്പെടുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സമയത്ത് ഇതിൻ്റെ ആ ചെയിനിൽ ഉള്ള നിരവധി ആളുകളുടെ ജോലികളാണ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഉദാഹരണത്തിന് കോണ്ടന്റ് റൈറ്റിങ്, മാർക്കറ്റിംഗ്, ഡിസൈൻ, വെബ് ഡിസൈൻ, ഇങ്ങനെയുള്ള ജോലികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ജോലികളും ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. AI അത് കയ്യേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിയുമ്പോഴേക്കും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കോഡിങ് നിരവധി ആളുകൾ പഠിക്കുന്നുണ്ടായിരുന്നു. കോഡിങ്ങുകൾ നിങ്ങൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇനി അതിന് പോയിട്ട് കാര്യമില്ല എന്നല്ല പറയുന്നത്. എന്ത് കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിജ്ഞാനവും നോളജും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. കോഡിങ് റീപ്ലേസ് ചെയ്യാനുള്ള പല AI ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിനോ എൻട്രി ലെവൽ പൊസിഷനിലോട്ട് ആളുകളെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം AI ഉപയോഗിച്ച് തന്നെ പല കാര്യങ്ങളും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു പുതിയ സോഫ്റ്റ്വെയർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ AI പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനോട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ആപ്പ് 5 to 15 മിനിറ്റ്സിൽ നമുക്ക് ലഭിക്കും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് പല പ്ലാറ്റ്ഫോമുകളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ChatGPT, OpenAI, ഗ്രോക്ക്, ജെമിനായി, അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോംസും അങ്ങനെ അവൈലബിൾ ആണ്. ഗൂഗിളിൻ്റെ ഈ അടുത്ത ദിവസത്തെ ഒരു അനൗൺസ്മെൻറ്റ്, US അവർ മൂവി മേക്കിങ്ങിന് വേണ്ടി ഫ്ലോ എന്ന് പറയുന്ന ഒരു AI പുറത്തുവിട്ടിരിക്കുകയാണ്. $75 ബില്യൺ ആണ് അതിനുവേണ്ടി അവർ ചിലവാക്കുന്നത്, AI ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രം. ഗൂഗിൾ ചിലവാക്കുന്നത് 23% ഇപ്പോൾ AI ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്നത്. നമുക്കറിയാം മറ്റ് എല്ലാ കമ്പനികളും ഒരുമിച്ച് ചേർന്ന് ബില്യൺസ് ആണ് ഇതിനു വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ലോയറുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വക്കീലിനെ എന്തിനാണ് കാണുന്നത്? നമുക്ക് എന്തെങ്കിലും കേസുണ്ടെങ്കിൽ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ മറ്റ് അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി, എന്തെങ്കിലും നിയമവശങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? കേസ് സ്റ്റഡീസാണ്. നിരവധി ഫയലുകൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പഴയ ഒരു വിധി എന്താണെന്ന് അവർ നോക്കുന്നു, അല്ലെങ്കിൽ പഴയ ഒരു കേസ് എന്താണെന്ന് നോക്കുന്നു. അതിന് സമാനമായ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് അവർ കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നു. ഇതേ സംഗതി തന്നെ ഇനിയിപ്പോൾ AIക്ക് ചെയ്യാൻ സാധിക്കും. ലോയേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഒരു വലിയ ഡോക്യുമെൻ്റ് ആണ്, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ChatGPTയിലൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസൈസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ലഭിക്കും. നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു തരും. അങ്ങനെ ചിലപ്പോൾ ലോയേഴ്സിൻ്റെ ജോലിയും ഇല്ലാതാവും ഇനി വരും കാലങ്ങളിൽ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ജോലികളൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് AI അല്ലെങ്കിൽ റോബോട്ടുകളുടെ കടന്നുവരവ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു യന്ത്രമനുഷ്യൻ പെട്ടെന്നൊരു ദിവസം കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് AI വെച്ച് ചെയ്യാൻ കഴിയാത്തതെന്നും ഒന്ന് നമുക്ക് നോക്കേണ്ടതില്ലേ? പ്രത്യേകിച്ച് നമുക്കറിയാം സ്കിൽഡ് ട്രേഡ്സിനെ അത്ര പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഒരു പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നു, അപ്പോഴേക്കും അത് ക്ലോസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലംബർ തന്നെ വന്നാലേ ഉള്ളൂ ചെയ്യാൻ സാധിക്കുകയുള്ളത്. അത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് മുന്നോട്ടെടുക്കുന്നതിന് സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു ഹൈസ്കൂളിലെ ഒരു പഠനം, അതായത് അവിടെയുള്ള ഒരു ബാച്ചിലെ കുട്ടികളെല്ലാവരും അവർ വെൽഡിങ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അവർക്ക് വെൽഡിങ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് $75,000 പെർ ഇയർ അവർക്ക് കിട്ടുന്നത്.
അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മറൈൻ വെൽഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് വേറൊന്നും അവർ ചിന്തിക്കില്ല, നേരെ തന്നെ ഈ സ്കിൽഡ് ട്രേഡ്സിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്കിൽഡ് ട്രേഡ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ അഭിരുചി അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ഈ കരിയർ സെലക്ഷനിൽ. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ മേഖല എന്താണോ ആ മേഖലയിലെ സാധ്യതകൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചെടുക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ലഭിക്കും എന്ന് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. നിങ്ങളുടെ ജോലി പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടി, അതായത് നിങ്ങളുടെ ജോലി കൊണ്ടുപോകുമോ എന്നറിയാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ദിവസം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതെന്ന് നോക്കുക. പ്രത്യേകിച്ചും അത് റൊട്ടീൻ ടാസ്ക് ആണെങ്കിൽ ജോലികൾ കൈകടത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായിട്ട് ക്രമമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള മേഖലകളിലേക്കാണ് തീർച്ചയായിട്ടും ക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ വാൾമാർട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ ക്യാഷിയേഴ്സിനെ നമ്മളധികം കാണുന്നില്ല. കാരണം എന്താണ്? അവിടെ സ്കാനിങ് മെഷീൻസ് ഉണ്ട്. നേരത്തെ എന്താണ്, നമ്മൾ ക്യൂ നിൽക്കുന്നു, കാട്ടുമായിട്ട് അവിടെ ചെല്ലുന്നു, അവർ ഓരോ സാധനങ്ങൾ എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു, പ്രൈസ് കമ്പ്യൂട്ടറിൽ വരുന്നു, ബില്ലടിക്കുന്നു, നമ്മൾ കാർഡ് വെച്ച് പേ ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുന്നു. ഇപ്പോഴെങ്ങനെയാണ്? ഒരു മെഷീൻ അവിടെ ഇരിപ്പുണ്ട്. ആ മെഷീൻ നമുക്ക് തന്നെ ഉപയോഗിക്കാം. അതിൻ്റെ അടുത്ത് ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ നമുക്ക് തനിയെ ചെയ്യാൻ സാധിക്കും. അതാണ് അല്ലെങ്കിൽ റോബോട്ടുകളുടെ കടന്നുവരവ് എന്ന് പറയുന്നത്. ഇനി സാനിറ്റൈസ് ചെയ്യുന്നത് പല വാൾമാർട്ടിൻ്റെ ഫ്ലോറുകളിലും ഇവിടെയുള്ള കോസ്കോ ഫ്ലോറുകളിലും ഒക്കെ റോബോട്ട്സ് ഉണ്ട്. അത് കൃത്യമായ ഇടവേളകളിൽ വന്ന് അവിടെ തൂത്ത് തുടച്ച് പോകുന്നു. സാധാരണ എന്താണ്, നമ്മളൊരാളെ ക്ലീനിങ്ങിന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലോഗ് രജിസ്റ്റർ ഉണ്ടാവും. അതിൽ പോയി എത്ര സമയം ക്ലീൻ ചെയ്തു, എത്ര ഇടവേളകൾക്ക് ശേഷം ക്ലീൻ ചെയ്തു എന്ന് മാർക്ക് ചെയ്തു പോകുന്നു. സൂപ്പർവൈസർ വന്നത് നോക്കുന്നു. അതിന് പകരം ഈ റോബോട്ട് വന്ന് കൃത്യമായ ഇടവേളകളിൽ വന്ന് ക്ലീൻ ആക്കിയിട്ട് പോകുന്നു. അതാണ് നമ്മൾ ആ റൊട്ടീൻ ടാസ്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ജോലികളുടെ മുന്നോട്ടുള്ള സാധ്യത. യുടെ വിവിധ വശങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളെയും അത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മനുഷ്യനെ തന്നെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നോളജി വരികയാണ്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, AGI എന്നതിന് പറയും. 2027, 28 അല്ലെങ്കിൽ 30 മുമ്പായിട്ട് തന്നെ അത് പൂർണ്ണമായും ഡെവലപ്ഡ് ആകും എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും വികാരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന മെഷീനുകൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഭാവി എന്താവും? നമുക്കറിയാം, പാടത്ത് ഉഴുതിരുന്നത് പണ്ട് പോത്തായിരുന്നു, പാടത്ത് കൊയ്തിരുന്നത് മനുഷ്യനായിരുന്നു. അവരൊക്കെ ഇപ്പോൾ യന്ത്രങ്ങളാൽ മാറ്റിവെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വികസിത രാജ്യങ്ങളിലെ സംവിധാനം അനുസരിച്ച് മനുഷ്യന് ജീവിക്കാനുള്ള ഒരു ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ജീവിത വരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. തീരെ പണമില്ലാത്തവർക്കാണെങ്കിൽ ഗവൺമെൻറ് പല രീതിയിൽ അവരെ സോഷ്യൽ സെക്യൂരിറ്റിയിലൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വികസ്വര രാജ്യങ്ങളിൽ, ഇന്ത്യ പോലുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങളിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മറിച്ചാണ്. അവിടെ പെട്ടെന്ന് യുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അമേരിക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അതെല്ലാം അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതിനെപ്പറ്റിയൊക്കെ നമുക്കിനി മുന്നോട്ട് ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും. ഇതിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ യന്ത്രങ്ങളാൽ പല ജോലികളും മാറ്റിവയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ പരിഷ്കരിക്കുകയോ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ മടിയന്മാരായി പോകും. എന്നാൽ ഒരു ചെറിയ ശതമാനം ആളുകൾ അവർ ഇവയൊക്കെ പ്രയോജനപ്പെടുത്തും. അവരുടെ ജോലികൾക്കായും പഠനത്തിനായും ജോലി കണ്ടെത്തുന്നതിനായും ഒക്കെ ഇവയെ പ്രയോജനപ്പെടുത്തും. നമുക്ക് ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലേക്ക് പോകാം. മടിയന്മാരാകാതെ പല കാര്യങ്ങളും പഠിച്ച്, ഇനി വന്നു കഴിഞ്ഞാൽ ഇനി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. മനുഷ്യനാണ്, മനുഷ്യനേക്കാൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ജീവിയും ലോകത്തിലില്ല. അവരാണിതെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പഠനങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാം. പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കാഴ്ചപ്പാടുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് ജൈത്രയാത്ര ആരംഭിക്കാം.
നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഈ വീഡിയോയുടെ താഴെ തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതൊരു കമ്മ്യൂണിറ്റി ചാനലാണ്, നിങ്ങൾക്ക് എന്തും ഇവിടെ കുറിക്കാവുന്നതാണ്. അത് വരുന്ന വെള്ളിയാഴ്ചയിലുള്ള ലൈവ് ഡിസ്കഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നമുക്ക് ഞായറാഴ്ചകളിൽ പല കാനഡ ന്യൂസ് അപ്ഡേറ്റ്സ്, കരിയർ അപ്ഡേറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കേണ്ട, കോൺടാക്റ്റ് ചെയ്യുക. അതിനുള്ള നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പുസ്തകവും താഴെ വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്, പ്രത്യേകിച്ചും കാനഡയിലേക്ക് വരുന്നവർക്ക്. എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.